അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായില്ലേ കടയിൽ പോക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങോട്ടൊന്നും നോക്കണ്ട, ഇതൊക്കെ ഇപ്പോൾ റെഡിയാക്കണം. പിന്നെ എന്താണ്, അടുക്കളയുടെ കോലം ഇതൊക്കെയാണ്. കാരണം പഴയ വീടും പഴയ ഇതുമല്ല, എന്നാലും ഉള്ളതൊക്കെ നല്ല ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് നീറ്റാക്കി എടുക്കണം. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് വലിച്ച് വാരി എടുക്കുന്നത് കൊണ്ടിട്ട് അടിഭാഗമൊക്കെ നോക്കണ്ടേ, ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഫുള്ള് ഇത്ര പാത്രങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇത് വിറക് വെക്കുന്ന ഏരിയയാണ്. ഇത് പാത്രം വെക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിള്. പിന്നെ ഫ്രിഡ്ജ്, മെഷീനുണ്ട്. ഫ്രിഡ്ജ് കേടാണ്, അത് ഉപയോഗിക്കലില്ല. അതിനകത്തിപ്പം പിള്ളേരുടെ പഴയ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നു. അവരുടെ ഓരോ സാധനങ്ങൾ അതൊക്കെ നന്നാക്കണമെങ്കിൽ ഒത്തിരി ഇതാവും. പിന്നെ ഞാൻ ഈ എലി കയറുന്നതുകൊണ്ട് പച്ചക്കറി ഇങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലും, ഞങ്ങൾ മുറത്തിലാക്കി വെക്കും. പിന്നെ ഇവിടെ ഇന്നലെ തന്ന മാങ്ങയും പിന്നെ പാലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആര്യവേപ്പിൻ്റെ ഇല, ആര്യവേപ്പ് നീം, അതിൻ്റെ ഇല കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് റെഡിയാക്കണം. പിന്നെ കഴുകാൻ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. അതിപ്പോൾ ഇന്ന് രാവിലെ മൊത്തം മഴയായിട്ട് പശുവിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അതിനെ ഇതാക്കലുകൊണ്ട് അത് നടന്നില്ല. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് പൈപ്പും സൗകര്യങ്ങളൊന്നുമില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്നിട്ടാണ് ഇത്. പിന്നെ മഴവെള്ളം പിടിച്ചു വെക്കും, അല്ലെങ്കിൽ ജലനിധിയിലെ വെള്ളം വരും. അപ്പം അങ്ങനെ വിറകൊക്കെ പുറത്തുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വെട്ടി പിന്നെ ഇതാക്കണം. ചോറ് വെക്കാൻ ഒക്കെ ചില സമയം ഗ്യാസ് കിട്ടാനൊക്കെ ഇവിടെ താമസമാണ്, മലയോര പ്രദേശം ആയതുകൊണ്ടിട്ട് ഇപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അന്നേരം അതിനനുസരിച്ച് വിറകും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. കാരണം ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് ഇനി ഓരോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ചെയ്യട്ടെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനുള്ള പോലെ വീഡിയോയിൽ ഇപ്പം എല്ലാവരും ഓർക്കും ഈ മഴക്കാലമായിട്ട് വേറെ പണിയൊന്നും. മഴക്കാലമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ എന്താണ്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസം.